ഗാലക്സിയുടെ വിദൂര ഭാഗങ്ങളിൽ സോർഗോൺ ഗ്രഹം പ്രവർത്തനത്തിൽ മുഴുകി. നൂതന സാങ്കേതിക വിദ്യയ്ക്കും തന്ത്രപരമായ വൈദഗ്ധ്യത്തിനും സോർഗോൺസ് അറിയപ്പെട്ടിരുന്നു. ഒരു ദിവസം അവർക്കു ഭൂമി എന്ന വിദൂര ഗ്രഹത്തിൽ നിന്നുള്ള ഒരു നിഗൂഢ സന്ദേശം കിട്ടി. ക്രൈലോൺസ് എന്നറിയപ്പെടുന്ന ഒരു ക്രൂരമായ അന്യഗ്രഹ വിഭാഗത്തിൽ നിന്ന് ഭൂമി ഭീഷണിയിലാണെന്ന് വെളിപ്പെടുത്തുന്ന സന്ദേശം സഹായത്തിനായുള്ള നിലവിളിയായിരുന്നു. ജ്ഞാനിയും ധീരനുമായ കമാൻഡർ സോറക്കിന്റെ നേതൃത്വത്തിലുള്ള സോർഗോൺ കൗൺസിൽ ഭൂമിയിലെ നിവാസികളെ സഹായിക്കാൻ ഒരു ടീമിനെ അയക്കാൻ തീരുമാനിച്ചു. ഈ ടീം വിവിധ ഗ്രഹങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന അംഗങ്ങളെ ഉൾക്കൊള്ളുന്നു, ഓരോരുത്തർക്കും അതുല്യമായ കഴിവുകൾ. ലൈക്കോസിൽ നിന്നുള്ള ടെലിപതിക് പോരാളിയായ ലൈറ ഉണ്ടായിരുന്നു, സെനോസിൽ നിന്നുള്ള മിടുക്കനായ ശാസ്ത്രജ്ഞനായ ഡോ. ഒപ്പം വോർഡെക്സിൽ നിന്നുള്ള ആകൃതി മാറ്റുന്ന ചാരനായ റാക്സും. ഗാലക്റ്റിക് ഗാർഡിയൻസിന്റെ ബഹിരാകാശ കപ്പലായ സ്റ്റാർ ബ്ലേസർ ഭൂമിയിൽ ഇറങ്ങി. സ്വന്തം ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഗ്രഹത്തിന്റെ ഊർജ്ജസ്വലമായ സൗന്ദര്യത്തിൽ ടീം അത്ഭുതപ്പെട്ടു. അവർ ഭൂമിയുടെ നേതാക്കളുമായി പെട്ടെന്ന് ബന്ധപ്പെടുകയും ക്രൈലോൺ അധിനിവേശത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ജനറൽ ക്രാഗിന്റെ നേതൃത്വത്തിലുള്ള ക്രൈലോൺ സൈന്യം ഇതിനകം ഒരു വിദൂര മരുഭൂമിയിൽ ഒരു ശക്തികേന്ദ്രം സ്ഥാപിച്ചിരുന്നു. ക്രൈലോണുകൾ അവരുടെ ക്രൂരമായ ശക്തിക്കും ശക്തമായ ആയുധങ്ങൾക്കും പേരുകേട്ടവരായിരുന്നു. ഭൂമിയുടെ സൈന്യം അവരെ പിടിച്ചു നിർത്താൻ പാടുപെടുകയായിരുന്നു. ഗാലക്റ്റിക് ഗാർഡിയൻസ് ക്രൈലോണുകളെ നേരിടാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവരുടെ നൂതന സാങ്കേതികവിദ്യയും അതുല്യമായ കഴിവുകളും ഉപയോഗിച്ച് അവർ ക്രൈലോൺ ബേസിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി. ലൈറയുടെ ടെലിപതിക് ശക്തികൾ ക്രൈലോൺ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ അവരെ സഹായിച്ചു. അതേസമയം ഡോ. സെനോണിന്റെ കണ്ടുപിടുത്തങ്ങൾ അവരുടെ ആയുധങ്ങളെ പ്രവർത്തനരഹിതമാക്കി. നിർണായകമായ ഇന്റലിജൻസ് ശേഖരിച്ച് റാക്സ് ശത്രുനിരയിലേക്ക് നുഴഞ്ഞുകയറി. യുദ്ധം തീവ്രമായിരുന്നു, പക്ഷേ ഗാലക്സി ഗാർഡിയൻസിന് ക്രൈലോൺ സേനയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു. എന്നിരുന്നാലും ജനറൽ ക്രാഗ് ഒരു ശക്തനായ എതിരാളിയായിരുന്നു, പ്രതികാര വാഗ്ദാനത്തോടെ രക്ഷപ്പെട്ടു. ക്രൈലോണുകൾ കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന് മനസ്സിലാക്കിയ ഗാലക്സി ഗാർഡിയന്മാർക്ക് ഭൂമിയുടെ സഹായം ആവശ്യമാണെന്ന് അറിയാമായിരുന്നു. അവർ ഭൂമിയിലെ സൈനികരെ നൂതനമായ യുദ്ധവിദ്യകളിൽ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അവരുടെ സാങ്കേതികവിദ്യ പങ്കുവച്ചു. പരസ്പരം സംസ്കാരങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും പഠിച്ചുകൊണ്ട് മനുഷ്യരും അന്യഗ്രഹജീവികളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ സൗഹൃദങ്ങൾ പൂവണിഞ്ഞു. ലൈറ ടെലിപതിക് കഴിവുകൾ പഠിപ്പിച്ചുകൊണ്ട് മിയ എന്ന യുവ എർത്ത്ലിംഗുമായി ബന്ധം സ്ഥാപിച്ചു. ഡോ. സെനോണും മികച്ച മനുഷ്യ എഞ്ചിനീയർ അലക്സും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സഹകരിച്ചു. രൂപമാറ്റം വരുത്താനുള്ള കഴിവുകളുള്ള റാക്സ് ക്രൈലോൺ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു അമൂല്യമായ ചാരനായി. പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ വലിയ സൈന്യവുമായി ജനറൽ ക്രാഗ് മടങ്ങി. ഗാലക്റ്റിക് ഗാർഡിയൻസ്, എർത്തസ് യുണൈറ്റഡ് ഫോഴ്സ് എന്നിവയ്ക്കൊപ്പം അവസാന മത്സരത്തിന് തയ്യാറെടുത്തു. ആകാശം നിറയെ ബഹിരാകാശ കപ്പലുകളും നിലം സ്ഫോടനങ്ങളാൽ കുലുങ്ങിയതും വിശാലമായ മരുഭൂമിയിലാണ് യുദ്ധം നടന്നത്. ക്രൈലോൺ സേനയെ മറികടക്കാൻ തന്റെ തന്ത്രപരമായ മിടുക്ക് ഉപയോഗിച്ച് കമാൻഡർ സോറക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ ശക്തരായ ജോഡികളായ ലൈറയും മിയയും ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ടെലിപതിക് ശക്തി ഉപയോഗിച്ചു. ഡോ. സെനോണിന്റെയും അലക്സിന്റെയും പ്രതിരോധ സംവിധാനങ്ങൾ ക്രൈലോൺ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു. വേഷം മാറി റാക്സ് ക്രൈലോൺ കമാൻഡ് സെന്റർ തകർത്തു. ഒരു ഇതിഹാസ യുദ്ധത്തിനുശേഷം ജനറൽ ക്രാഗ് ഒടുവിൽ പരാജയപ്പെട്ടു, ക്രൈലോൺ ഭീഷണി നിർവീര്യമാക്കി. ഭൂമി രക്ഷിക്കപ്പെട്ടു, ഗാലക്സി ഗാർഡിയൻസ് വീരന്മാരായി വാഴ്ത്തപ്പെട്ടു. മനുഷ്യരും അവരുടെ അന്യഗ്രഹ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും യുഗത്തിലേക്ക് നയിച്ചു. ഭൂമിയിലെ തങ്ങളുടെ പുതിയ സുഹൃത്തുക്കൾക്കൊപ്പം എപ്പോഴും നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗാലക്റ്റിക് ഗാർഡിയൻസ് അവരുടെ സ്വന്തം ഗ്രഹങ്ങളിലേക്ക് മടങ്ങി. അങ്ങനെ ധീരത, സൗഹൃദം, ഐക്യം എന്നിവയുടെ കഥ ഗാലക്സിയിൽ വ്യാപിച്ചു, ഭാവി തലമുറകളെ ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്നു.